ഞാൻ ഒരു പർട്ടിക്കുലർ ഡിപ്പാർട്ട്മെൻറ്റ് സെക്രട്ടറി ആയിരിക്കുമ്പം അന്നത്തെ ചീഫ് സെക്രട്ടറി എന്നെ ലൈനിൽ വിളിച്ചിട്ട് പറഞ്ഞ് എനിക്ക് ഈ ഫയൽ കാണണം, ഈ പർട്ടിക്കുലർ കോൺട്രാക്റ്റിൻ്റെ ഫയൽ എനിക്ക് കാണണം. ഞാൻ നേരെ ചീഫ് സെക്രട്ടറി ഏത് ഫയൽ വേണമെങ്കിലും വിളിപ്പിക്കാം, സിസ്റ്റത്തിനകത്തുള്ള ഏത് ഡോക്യുമെൻറ്റ് വേണമെങ്കിലും വിളിപ്പിക്കാം. ഫയൽ കൊടുത്തു. ഫയൽ കൊടുത്ത ഉടനെ പുള്ളി മാർജിനിലൊരു ഓർഡർ ഇട്ട് തന്നു, എക്സ് വിൽ ഗെറ്റ് ദിസ് കോൺട്രാക്ട്. അപ്പോൾ ഞാൻ ഫയൽ എൻ്റെ കിട്ടിയ പാടെ തന്നെ അതൊരു ഓർഡറാണ് എഴുതിയിരിക്കുന്നത്, എൻ്റെ മന്ത്രി അറിയുന്നില്ല, മനസ്സിലായില്ലേ? അപ്പോൾ ഈ ഫയൽ എടുത്തിട്ട് വേണമെന്നുണ്ടെങ്കിൽ എനിക്ക് അതിൻ്റെ അടിയിൽ ഒരു ഇനിഷ്യലിട്ട് അതൊരു ജീവമായിട്ട് പോകാം. പക്ഷേ ഈ ഭരണ സംവിധാനത്തെക്കുറിച്ച് കുറച്ച് പഠിച്ചു പോയതുകൊണ്ട് ചീഫ് സെക്രട്ടറി എൻ്റെ സുഹൃത്തായിരുന്നു. അപ്പോൾ ഞാൻ ഈ ഫയൽ പിക്കപ്പ് ചെയ്ത് നേരെ മുറിയിൽ ചെന്ന് അതിന് ഞാൻ തമാശ എന്താണോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു സത്യപ്രതിജ്ഞ എപ്പോഴായിരുന്നു, അറിഞ്ഞില്ലെന്ന് പറഞ്ഞു. പുള്ളി ആരുടെ സത്യപ്രതിജ്ഞ? അല്ല ഞാൻ മന്ത്രിയായിട്ട് സത്യപ്രതിജ്ഞ ചെയ്ത് ഞാൻ അറിഞ്ഞില്ല, ഒരു ഉത്തരവൊക്കെ പാസ്സാക്കി രാവിലെ ഒരു കോൺട്രാക്റ്റും അങ്ങ് അവാർഡ് ചെയ്തു. അപ്പോൾ ഞാൻ അതെ അത് നീ അങ്ങനെ ചെയ്താൽ മതി കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞല്ല മന്ത്രിയെ കൂടെ ഒന്ന് കാണിക്കും, അല്ലാതെ നടക്കത്തില്ല. സാറ് ഞങ്ങളുടെ വകുപ്പിൽ കയറി ഒരു ഉത്തരവ് പാസ്സാക്കിയ വർത്തമാനം അദ്ദേഹം അറിയണമല്ലോ. കാണിച്ചു കഴിഞ്ഞാൽ നടക്കത്തില്ല. ഞാൻ അത് പറ്റത്തില്ല, കാരണം ഇത് വാട്ട് ഹി ഹാസ് ഡൺ ഈസ് എ ലിറ്റിൽ, അതിൽ റിസ്ക് ഉണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ മിനിസ്റ്റർ ഒന്ന് കാണിക്കുമെന്ന് പറഞ്ഞു. പുള്ളി എന്നെ ഇങ്ങനെ നോക്കി. അപ്പോൾ ഞാനെന്ത് ചെയ്തു, ഞാൻ അതിൻ്റെ അടിയിൽ തന്നെ ചീഫ് സെക്രട്ടറി എഴുതിയിരിക്കുന്നത് അപകടമുള്ളൊരു കാര്യമാണ്. ഞാനെന്ത് ചെയ്തു, അദ്ദേഹത്തിന് പ്രയാസം വരണ്ടെന്ന് വിചാരിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ പിന്തുണച്ചൊരു നോട്ടങ്ങ് എഴുതി. ഞാനത് ഇങ്ങനെ ചെയ്യാം. എന്നിട്ട് ഈ ഫയലും കൊണ്ട് നേരെ മന്ത്രി എടുത്തി തന്നു അന്നത്തെ മിനിസ്റ്റർ. എന്നിട്ട് ഞാൻ സൂക്ഷിച്ചൊന്ന് വായിക്കണേ എന്ന് പറഞ്ഞു. പേപ്പർ ഫയലിൽ തന്നെ കൊടുത്തിട്ട് ഞാൻ പറഞ്ഞു സൂക്ഷിച്ച് വായിക്കണേ എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹത്തിന് ഈ കേസ് അറിയാവുന്ന ആളും അതിൻ്റെ അപകടം അറിയാവുന്ന ആളുമാണ്. അപ്പോൾ അദ്ദേഹം മുൻ നോട്ടുകളെല്ലാം വായിച്ചിട്ട് പറഞ്ഞു നിങ്ങളുടെ പഴയ പൊസിഷൻ റിവേഴ്സ് ചെയ്താണെന്നല്ലോ ഇപ്പോൾ എഴുതിയിരിക്കുന്നത്. ഞാൻ പറഞ്ഞു അതുകൊണ്ടല്ലേ സാറിപ്പോൾ ഇത് ചീഫ് സെക്രട്ടറിയുടെ നിർദ്ദേശം എതിർത്ത് എഴുതേണ്ടത്, മനസ്സിലായില്ലേ? അത് പറഞ്ഞ് എന്നാൽ ഒരു കാര്യം ചെയ്ത് താൻ തന്നെ എഴുതിക്കും പറഞ്ഞു. ഞാൻ അവിടെ വെച്ച് ഇട്ട കരട് പ്രകാരം തന്നെ മന്ത്രി കാര്യകാരണ സഹിതം എഴുതിയിട്ട് ചീഫ് സെക്രട്ടറി ഗൈഡ് ചെയ്ത ഡിസിഷൻ്റെ തൊട്ട് മുമ്പ് ഞാൻ തന്നെ എഴുതിയിരുന്ന കുറിപ്പിനനുസരിച്ച് പോയാൽ മതിയെന്നും പാരഗ്രാഫ് 46 പാലിക്കേണ്ടതില്ല എന്നും ഉത്തരവാക്കി. ഫയൽ മേടിച്ചുകൊണ്ട് ഞാൻ തിരിച്ചു വന്നു. എന്നിട്ട് അതിൻ്റെ അടിയിൽ എഴുതി പ്ലീസ് സീ ദ എബവ് നോട്ട് എന്ന് പറഞ്ഞ് CS തന്നെ അയച്ചു കൊടുക്കുകയും ചെയ്തു. ഫോണിൽ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു നീ പണി പറ്റിച്ചല്ലേ. എന്നിട്ട് പറഞ്ഞു പക്ഷേ നിന്റെ പ്രകടന റിപ്പോർട്ട് വർഷാവസാനം ഞാനാ എഴുതുന്നുള്ളത് നീ മറക്കരുത്. എപ്പോഴും ഉണ്ടാവും, അതെപ്പോഴും ഉണ്ടാവും. ഞാൻ പറഞ്ഞു അത് വെൽക്കം, അത് എതിരെ എഴുതിക്കോ, അത് പ്രശ്നമൊന്നുമില്ല, അത് യു പ്ലീസ് വെന്റ് യുവർ സെൽഫ് എന്ന് പറഞ്ഞു. അതിൻ്റെ ഒരു പണി എനിക്ക് വെച്ചുകയും ചെയ്തു. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കാര്യം നടന്നില്ലല്ലോ, നടന്നുകൂടാ, അത് അപകടമാണത്. കേസ് ഞങ്ങൾ സേവ് ചെയ്തു, തലയിൽ എൻ്റെ തലയിലോട്ട് വീണുമില്ല. മിനിസ്റ്റർ വളരെ നോളജബിൾ മിനിസ്റ്ററാണ്, മിനിസ്റ്റർ വേണ്ടത് ചെയ്താൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് പ്രതികൂല അഭിപ്രായം എഴുതിയല്ലോ. പ്രതികൂല അഭിപ്രായം പുള്ളി എങ്ങനെ എഴുതിയെന്ന് അറിയോ? കോൺഫിഡൻഷ്യൽ റിപ്പോർട്ടിൽ മിസ്റ്റർ B. അശോകിനെ പോലെ ഒരു സിവിൽ സർവൻറ്റിനെ ഞാൻ കണ്ടിട്ടില്ല. എത്ര പ്രതിപാദനനായ മനുഷ്യൻ, ചാടുലമായ തീരുമാനം, ചിന്താശേഷി, അത് ഇത് എല്ലാം ഇത് വായിച്ചു കഴിഞ്ഞാൽ നമ്മളോട് തന്നെ ബഹുമാനം കൊണ്ട് എഴുന്നേറ്റ് പറഞ്ഞു. രണ്ടാമത്തെ പാരഗ്രാഫ് പക്ഷേ കഷ്ടമെന്ന് പറയട്ടെ, ഈ സിദ്ധികളൊന്നും തന്നെ ഇദ്ദേഹത്തിന്റെ വകുപ്പിന് വേണ്ടി പ്രയോജനപ്പെടുത്തുന്നതിന് ഉദ്യോഗസ്ഥർ പരാജയപ്പെട്ടു, തൽഫലമായി. എന്നിട്ട് അവസാനത്തെ പാരഗ്രാഫ് ഇതാണ്, ഇതുകൂടെ പറയാലോ. കേരളത്തിന്റെ ഗ്രാമീണ വൈദ്യുതി വിതരണ മേഖലയിൽ ഒട്ടേറെ തകരാറുള്ളതായിട്ട് എനിക്ക് ബോധ്യപ്പെട്ടു. ഇതാണ് റിപ്പോർട്ട്. അപ്പോൾ കുഴഞ്ഞല്ലോ. എന്നിട്ട് ഗ്രേഡും കുറച്ചു ഇരിക്കട്ടെ എന്ന് വെച്ചാൽ പറഞ്ഞ കേട്ടില്ലല്ലോ, അപ്പോൾ കാണിച്ചല്ലോ. അപ്പോൾ ഞാൻ ഈ പ്രകടന റിപ്പോർട്ടിന്റെ ഫയൽ ഇത് വരുമെന്ന് എനിക്കറിയാം, കാരണം നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ, ഞാൻ വെച്ചിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അന്ന് മണിയാശനാണ് മിനിസ്റ്റർ. അതായത് നമ്മൾ ഈ പൊളിറ്റിക്കൽ ആൾക്കാരുടെ വിസ്ഡം നമ്മൾ നമസ്കരിക്കേണ്ട ഒരു നിമിഷമാട്ടോ. ഞാനീ പറഞ്ഞ ഈ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രിയോ ഡോക്ടറേറ്റോ IAS ഇല്ലാത്ത നമ്മുടെ ഇടുക്കിക്കാരനായ MM മണിയാശനാണ് മന്ത്രി. മണിയാശൻ്റെ അടുത്ത് ഞാൻ ഈ പ്രകടന റിപ്പോർട്ടിൻ്റെ കാര്യം പറയണം, പക്ഷെ നല്ല മൂഡിലാണെങ്കിലേ നടക്കത്തുള്ളൂ. ആശാൻ്റെ അടുത്ത് എന്നിട്ട് പറഞ്ഞു സാറേ എന്നാന്ന് ഞാൻ വിളിക്കുക, സാറേ വൈദ്യുതി വകുപ്പിനെ പറ്റി ചീഫ് സെക്രട്ടറി ഇത്തിരി മോശം എഴുതിയിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞു. ഏതാ എൻ്റെ പ്രകടന റിപ്പോർട്ടിൻ്റെ കാര്യം ഞാൻ പറയുന്നില്ല, വൈദ്യുതി വകുപ്പിനെ പറ്റി ചീഫ് സെക്രട്ടറി ഇത്തിരി മോശം എഴുതിയല്ലോ എന്ന് പറഞ്ഞു. അവരെന്താ എഴുതി ചോദിച്ചു. ഗ്രാമീണ മേഖലയിൽ ആശാന്റെ പ്രവർത്തനം മാത്രം വിജയിച്ചിട്ടില്ല, ഗ്രാമീണ മേഖലയിലെ വൈദ്യുതി നിലവാരത്തിൽ ആശാൻ പരാജയപ്പെട്ടു. അല്ല ആശാൻ പറഞ്ഞു അവൻ അങ്ങനെ എഴുതിയ പിന്നെ പറഞ്ഞത് ഇവിടെ പറയാൻ പറ്റില്ല. പിന്നെ ഒരു മൗത്ത് ഫുൾ ഒരു 2-3 സെന്റൻസ് ഇടുക്കി അറിയാലോ, സ്ലാങ്ങിൽ കുറെ പറഞ്ഞ്. അപ്പം നമ്മൾ എന്താ ചെയ്യുക? ഞാൻ പറഞ്ഞു വളരെ സിമ്പിളാണ്, അത് തിരുത്തിക്കൊണ്ട് ആശാൻ ഒരു കുറിപ്പ് എഴുതിയാൽ എഴുതിക്കൊണ്ട് പോവാ, അവനൊരു വിവരമില്ലെന്ന് എഴുതു. വൈദ്യുതി മേഖലയെന്നല്ല, ഒരു ചുക്കിനെ കുറിച്ച് അയാൾക്ക് യാതൊരു ബോധ്യവും ഇല്ല, എല്ലാം തെറ്റാ.
അപ്പോൾ എന്താ പറ്റിയെന്ന് വെച്ചാൽ ഇദ്ദേഹം എഴുതിയ ആക്ച്വലി ആ ഗ്രാമീണ മേഖലയിലെ കേരളത്തിൻ്റെ പെർഫോമൻസ് വളരെ നല്ലതായിരുന്നു. അപ്പം ഞങ്ങൾ അതിൻ്റെ അഡൻഡം മിനിസ്റ്റർ കമൻറ്റ് ചെയ്യാം. അപ്പോൾ മിനിസ്റ്ററിൻ്റെ നോട്ടിൽ ഞാൻ എഴുതി ഇങ്ങനെ അങ്ങനെയല്ല, ഈ ഇൻഡെക്സുകൾ പ്രകാരം കേരളത്തിൽ ഇന്ത്യയിലെ മൂന്നാമതോ രണ്ടാമതോ പെർഫോം ചെയ്ത വൈദ്യുതി സെക്ടർ കേരളത്തിൻ്റെതാണ്. അപ്പോൾ അതാദ്യം മിനിസ്റ്റർക്ക് വേണ്ടിയാണ് ഇപ്പോൾ എഴുതുന്നത്. മണിയാശന് വേണ്ടിയിട്ട് നമ്മൾ എഴുതി ആദ്യത്തെ പാരഗ്രാഫ് എല്ലാം എഴുതി വെച്ച് ഈ പർട്ടിക്കുലർ ചീഫ് സെക്രട്ടറി ഇദ്ദേഹത്തിൻ്റെ ടേമിൽ ഈ വൈദ്യുതി മേഖലയിലോ ഊർജ്ജ മേഖലയിലോ ഒരു താല്പര്യം എടുക്കാഞ്ഞതുകൊണ്ട് ഈ കാര്യങ്ങളൊന്നും പുള്ളിക്ക് അറിഞ്ഞുകൂടാ എന്നാണ് ആശാൻ പറയുന്നത്. ഈ സംഗതി മുകളിലോട്ട് പോയി അത് അപ്രൂവ് ചെയ്തിങ്ങി വന്നു. മാത്രമല്ല എൻ്റെ കരിയറിൽ ഏറ്റവും ഹയസ്റ്റ് റേറ്റിംഗ് 10ൽ 9.5 ആ വർഷമാണ് കിട്ടിയത്. മന്ത്രിമാരെ സ്വാധീനിക്കുകയും ദുസ്വാധീനിക്കുകയും ഒക്കെ ചെയ്യാനും പറ്റും അല്ല. ഇപ്പോൾ ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ഹൗ യു പ്രൊജക്റ്റ്. ഇപ്പം ഞാൻ അവിടെ പോയിട്ട് ചീഫ് സെക്രട്ടറി എനിക്കെതിരെ ഒരു വാചകം എഴുതി എന്ന് പറഞ്ഞാൽ ആശാൻ വലിയ ഇൻട്രസ്റ്റ് വരേണ്ട കാര്യമാണ്. ആശാന്റെ പ്രവർത്തനം പോരാ എന്ന് ചീഫ് സെക്രട്ടറി ആശാൻ ശ്രമിച്ചില്ല, ആശാൻ അത് ക്ഷമിക്കൂല. അത്